പൊതുവെ മിസ്റ്റർ കൂൾ എന്നാണ് മഹേന്ദ്ര സിംഗ് ധോണി അറിയപ്പെടാറുള്ളത്. തോൽവിയിലും ജയത്തിലുമെല്ലാം അമിത വികാരങ്ങളില്ലാതെ കൂളായിട്ടാണ് നമ്മൾ ക്രിക്കറ്റ് മൈതാനത്ത് ധോണിയെ കണ്ടിട്ടുള്ളത്, അനുഭവിച്ചറിഞ്ഞിട്ടുള്ളത്. ക്യാപ്റ്റനായ കാലം തൊട്ട് തന്നെ നമുക്കതറിയാം. എതിർ കളിക്കാർ ഇനി സ്ലെഡ്ജിങ് ചെയ്യുമ്പോൾ പോലും വളരെ കൂളായി അത് മൈൻഡ് ചെയ്യാതെ ബാറ്റ് കൊണ്ട് ആ പന്തുകൾ അതിർവര കടത്തുന്നതാണ് ധോണിയുടെ ശീലം. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത് അതല്ലാത്ത ഒരു ധോണിയെക്കുറിച്ചാണ്. ധോണിയും നിയന്ത്രണം വിട്ട മിസ്റ്റർ കൂൾ അല്ലാതായി മാറിയ സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. താനും വികാരങ്ങളും വിചാരങ്ങളും ദേഷ്യവും എല്ലാമുള്ള മനുഷ്യനാണെന്ന് തോന്നിപ്പിച്ച സന്ദർഭങ്ങളും ക്രിക്കറ്റ് മൈതാനത്തുണ്ടായിട്ടുണ്ട്. അതായത് ധോണി നിയന്ത്രണം വിട്ട സന്ദർഭങ്ങൾ, ധോണി മിസ്റ്റർ കൂൾ അല്ലാതായി മാറിയ സന്ദർഭങ്ങൾ. അങ്ങനെയൊരു സന്ദർഭത്തെക്കുറിച്ച് പറയാം. അതിലൊന്നിൽ ഇരയാവേണ്ടി വന്നത് യുവ ഇന്ത്യൻ സ്പിന്നറായ കുൽദീപ് യാദവാണ്. 2017 ഡിസംബറിൽ ശ്രീലങ്കയ്ക്കെതിരെ നടന്ന T20 മത്സരത്തിലാണ് മഹേന്ദ്ര സിംഗ് ധോണി നിയന്ത്രണം വിട്ട് കുൽദീപിനെതിരെ ആഞ്ഞടിച്ചത്. ഇതിനെക്കുറിച്ച് വെളിപ്പെടുത്തി പിന്നീട് കുൽദീപ് യാദവ് തന്നെ 2-3 വർഷങ്ങൾക്ക് മുമ്പ് രംഗത്ത് വരികയും ചെയ്തിരുന്നു. ഒരു ചാറ്റ് ഷോയിലായിരുന്നു കുൽദീപിൻ്റെ അന്ന് മിസ്റ്റർ കൂൾ അല്ലാതായി മാറിയ മഹേന്ദ്ര സിംഗ് ധോണിയെക്കുറിച്ചുള്ള വെളിപ്പെടുത്തൽ. ഇൻഡോറിൽ വെച്ചായിരുന്നു ആ മത്സരം. കുൽദീപ് അന്നത്തെ സംഭവത്തെക്കുറിച്ച് ഓർമ്മിച്ചത് ഇങ്ങനെയാണ്. ആ അഭിമുഖത്തിൽ, ഇൻഡോറിലെ ബൗണ്ടറി മറ്റ് ഗ്രൗണ്ടുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ ചെറുതായിരുന്നു. ഞാൻ ബോൾ ചെയ്യുമ്പോൾ കുശാൽ പെരേരയായിരുന്നു അന്ന് സ്ട്രൈക്ക് നേരിട്ടത്. കവറിലൂടെ കുശാൽ എൻ്റെ പന്തിൽ ബൗണ്ടറി നേടുകയുണ്ടായി. ഫീൽഡിങ്ങിൽ മാറ്റം വരുത്താൻ വിക്കറ്റിന് പിറകിൽ നിന്നും മഹേന്ദ്ര സിംഗ് ധോണി ആ സമയത്ത് വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു. എന്നാൽ അദ്ദേഹത്തിൻ്റെ നിർദ്ദേശത്തെ ഞാൻ കേട്ടില്ലെന്ന് നടിക്കുകയുണ്ടായി. തൊട്ടടുത്ത പന്തിലും കുശാൽ റിവേഴ്സ് സ്വീപ്പിലൂടെ ബൗണ്ടറി കണ്ടെത്തുന്നു. ഇതോടെയാണ് ധോണിയുടെ സകല നിയന്ത്രണങ്ങളും വിട്ടത്. കുൽദീപ് ഓർക്കുന്നത് ഇങ്ങനെയാണ്. കുപിതനായി തൻ്റെ അടുത്തേക്ക് വന്ന ക്യാപ്റ്റൻ മഹേന്ദ്ര സിംഗ് ധോണി ശകാരിക്കുകയായിരുന്നു. ഞാൻ എന്താ വിഡ്ഢിയാണോ? 300-ൽ കൂടുതൽ ഏകദിന മത്സരങ്ങളിൽ ഞാൻ കളിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ഞാൻ പറയുന്നത് തനിക്ക് കേട്ടുകൂടെ എന്നാണ് അന്ന് ദേഷ്യത്തിൽ മഹേന്ദ്ര സിംഗ് ധോണി കുൽദീപ് യാദവിനോട് ചോദിച്ചത്. അപ്പോൾ കുൽദീപ് തന്നെ ആ ഒരു സന്ദർഭം ഓർമ്മിക്കുകയുണ്ടായി. അന്ന് ധോണിയുടെ ഈ രോഷം കണ്ടപ്പോൾ ശരിക്കും ഞാൻ പേടിച്ചുപോയി. പിന്നീട് മത്സരശേഷം ടീം ബസ്സിൽ യാത്ര ചെയ്യവേ താൻ ധോണിയുടെ അരികിലേക്ക് പോയിരുന്ന് സംസാരിക്കുകയുണ്ടായി. മുമ്പ് എപ്പോഴെങ്കിലും ഇതുപോലെ ക്ഷുഭിതനായിട്ടുണ്ടോ എന്നായിരുന്നു അദ്ദേഹത്തോട് ഞാനൊന്ന് ചോദിച്ചത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് കഴിഞ്ഞ 20 വർഷത്തിനിടെ ആദ്യമായിട്ടാണ് തനിക്ക് ഇങ്ങനെ ദേഷ്യം വന്നത് എന്നായിരുന്നു മഹേന്ദ്ര സിംഗ് ധോണിയുടെ മറുപടി. ഏതായാലും ഈ വെളിപ്പെടുത്തലും അന്നത്തെ ധോണിയുടെ ദേഷ്യവുമെല്ലാം ആ സമയങ്ങളിൽ, കുൽദീപിൻ്റെ ഈ വെളിപ്പെടുത്തൽ വന്ന സമയങ്ങളിൽ വലിയ വാർത്തയുമായി. അപ്പോൾ നമുക്കറിയാം ധോണി കൂളല്ലാതായ സന്ദർഭങ്ങൾ പിന്നെയുമുണ്ട്. ഇതിനൊപ്പം സമീപകാലത്തും ധോണി ക്ഷുഭിതനായ ചില മത്സരങ്ങളും അനുഭവങ്ങളും ക്രിക്കറ്റ് പ്രേമികളുടെ മനസ്സിലുണ്ട്. ഏതാണ്ട് ഒരു 3 സീസൺ മുമ്പ് IPL മത്സരത്തിനിടെ ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ നായകൻ കൂടിയായ MS ധോണി അമ്പയറുടെ തീരുമാനം തെറ്റാണെന്ന് ആരോപിച്ചുകൊണ്ട് ഗ്രൗണ്ടിലേക്ക് കയറിയത് വൻ വിവാദത്തിനിടയാക്കിയിരുന്നു. അങ്ങനെ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങിച്ചെന്നതിൻ്റെ പേരിൽ ആ സംഭവത്തിൽ മത്സര ഫീസിൻ്റെ 50% പിഴ ശിക്ഷ അന്ന് ധോണിക്ക് നൽകേണ്ടി വന്നു. കൂളല്ലാതായപ്പോൾ ഉണ്ടായ പിഴ. അതുപോലെ IPL പിന്നെയും ധോണി കുപിതനായ കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട്. ഏതാണ്ട് 2 സീസൺ മുമ്പുള്ള IPL ക്യാച്ച് ചെയ്യാൻ ഓടിയപ്പോൾ സമീപത്തേക്ക് ഓടി വന്ന ഡ്വൈൻ ബ്രാവോയ്ക്ക് നേരെ ധോണി കുപിതനാവുന്നതും നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ പലപ്പോഴും ഒരു 90% കളികളിലും മിസ്റ്റർ കൂൾ എന്ന രൂപത്തിൽ നിന്നിരുന്ന മഹേന്ദ്ര സിംഗ് ധോണി ആ സമയത്ത് ഒരുപക്ഷെ ക്രിക്കറ്റ് മൈതാനത്ത് ഏറ്റവും വലിയ രീതിയിൽ തന്നെ ചൂടായ അനുഭവം, അല്ലെങ്കിൽ ഏറ്റവും തൻ്റെ ദേഷ്യം പ്രകടിപ്പിച്ച അനുഭവം അന്ന് കുൽദീപിനെതിരെയുള്ളതായിരുന്നു. കുൽദീപ് തന്നെ ആ ഒരു സന്ദർഭം ഓർത്തതും വളരെ കൗതുകരമായ അനുഭവമായി.